ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നരേന്ദ്രമോദിക്കെതിരായ ഒരു പടനീക്കം നടക്കുന്നുണ്ട്. അത് കേവലം ഭരണം പിടിക്കുക എന്നത് മാത്രമല്ല ഇവരുടെ ലക്ഷ്യം. ഞാൻ മനസ്സിലാക്കിയതിനനുസരിച്ചിട്ട് ധാരാളം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അഴിമതി കേസുകളിൽ മുങ്ങിക്കിടക്കുന്ന സോണിയാഗാന്ധി മുതൽ മമതാ ബാനർജി വരെയുള്ള ആളുകളുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കപ്പെടുന്നത് മോദിയുടെ. സോണിയാഗാന്ധി എന്ന് പറഞ്ഞതിനോട് ഞാൻ അനുകൂലിക്കുന്നില്ല. കാരണം ഇവിടുത്തെ ആളുകൾ അതിനെ ഗാന്ധിയുടെ പേരക്കുട്ടിയൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ഇവരെ അധിക്ഷേപിച്ചുകൊണ്ട് ഗണ്ഡി എന്ന് പറയാനുള്ള അർഹത അതല്ലെങ്കിൽ ആ യോഗ്യത ടീച്ചർക്കില്ല. അല്ലെങ്കിൽ ടീച്ചർ അത് കൃത്യമായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ആരാണ് ഈ ഗണ്ഡി, അതല്ലെങ്കിൽ ആരാണ് ഗാന്ധി? ഇവർ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണോ എന്താന്നുള്ളത്. ഇന്നും ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിലൂടെ ഈ ആളുകളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് നടക്കുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട്. അവർ ഇതുപോലെ ചോദിക്കുന്നുണ്ട്, മഹാത്മാഗാന്ധിയുടെ ആരാണ് രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധിയുടെ ആരാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്നുള്ള സമയത്ത്. അപ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ രാഹുൽ ഗാന്ധി ഈ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണെന്നൊക്കെ പറയുന്നത്. അത്രയ്ക്ക് നല്ല വിവരത്തിലിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ടീച്ചർ ഗാന്ധി എന്ന് പറഞ്ഞത് ഒട്ടും ശരിയായിട്ടില്ല. അതിനെ മഹാത്മാഗാന്ധിക്ക് 3-4 ആൺമക്കളല്ലേ, അവർക്കാർക്കും ഇവരുമായിട്ടൊന്നും ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകും. ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. പോട്ടെ. അപ്പോ സോണിയ മുതൽ കഴിഞ്ഞല്ലോ, മമതാ ബാനർജി വരെ. ഇപ്പൊ ശരിയായില്ലേ? സോണിയ ഗാന്ധി മുതൽ അല്ല, ഗാന്ധി അല്ലല്ലോ, ഗാന്ധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കറിയാം ഗണ്ഡിയാണെന്ന്. പോട്ടെ. സോണിയ മുതല് മമതാ ബാനർജി വരെയുള്ള ആളുകളുടെ അഴിമതിയിൽ മുങ്ങിയ കഥകൾ, അവരുടെ രാഷ്ട്രീയ ഭാവി, ഇതൊക്കെ തകിടം മറിയും നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ. നമുക്കറിയാം ചിദംബരം, അദ്ദേഹത്തിന്റെ മകൻ കാർത്തിക് ചിദംബരം, പ്രിയങ്കയുടെ ഭർത്താവ് എന്താ വാദ്ര അല്ലെ, അയാള്, അവർക്കൊക്കെ ജയിലുകളുടെ വാതിലുകൾ തുറക്കാൻ വേണ്ടിയായിരിക്കും ഇനി നരേന്ദ്രമോദിയുടെ വരവ്. കാരണം അവർ ഈ രാജ്യത്തിനെതിരെ ചെയ്തിട്ടുള്ള സകലമാന കാര്യങ്ങളും ഇഴകീറി പരിശോധിച്ച് നരേന്ദ്രമോദി പുറത്തെടുക്കും. പാകിസ്ഥാനെ വരെ ഏറ്റവും ഒടുവിൽ കൂട്ടുപിടിച്ച് നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ തുടർച്ച തടയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചവിട്ടി നിൽക്കുന്ന, അതല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന കൊമ്പാണ് മുറിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. നരേന്ദ്രമോദിയുടെ ഭരണത്തില് ഇന്ത്യയില് തീവ്രവാദം ഏതാണ്ട് ഒരു ബാലികേറ മലയായി മാറി. അവർക്ക് ഒരു വിധത്തിലും അങ്ങോട്ട് പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം സാദിഖ് ബാഷ, കൊടും ഭീകരനായ പോപ്പുലർ ഫ്രണ്ട് നേതാവ് ഭാർഗവ റാം, കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ അത് കുറിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നിട്ട് എത്ര മാധ്യമങ്ങളാണ് ആ വാർത്ത ഹൈലൈറ്റ് ചെയ്തത്? നമ്മൾ കണ്ടോ? എന്തുകൊണ്ടാണ്? അയാളുടെ പേര് സാദിഖ് ബാഷ എന്നാണ്. അയാളൊരു പോലീസ് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിൽ വരുന്ന പോലെ എന്നുള്ള രീതിയിലായിരുന്നു. പോലീസിന്റെ സ്റ്റിക്കർ എങ്ങനെയാണ് ആ കാറിൽ വന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വേറെ ഏതെങ്കിലും ആയിരുന്നു അയാളുടെ പേരെങ്കിൽ, ഇനിയിപ്പോ ഒരു കുറി തൊട്ടവനാണ്, അതല്ലെങ്കിൽ ഒരു കാവി ഉടുത്തവനാണ്, ഒരു രാഖി കെട്ടിയവനാണ്, ഒരു ലോഹ ഇട്ടവന്റെ ഏതെങ്കിലും ഒരു പരമ്പരയിൽപ്പെട്ട ഒരു അങ്ങനത്തെ ഒരു പേരാണ് അച്ചായന്മാരുടെ, എന്താകുമായിരുന്നു? നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മുക്കാൽ വണ്ണൊക്കെ അത് ആഘോഷിക്കുമായിരുന്നില്ലേ? ഇപ്പോ വിദേശ പണം ധാരാളം വരുന്നുണ്ട്. ഇപ്പൊ വിപിൻലാല് പറഞ്ഞത് കേട്ടില്ലേ? നമ്മൾ ഇന്ന് കണ്ട വാർത്തയാണിത്. ഈ സാദിഖ് ബാഷ പിരിച്ചതാണ് കേരളത്തിൽ നിന്ന് തീവ്രവാദത്തിന് വേണ്ടി. ഇപ്പം കർണാടകയിൽ സിദ്ധരാമയ്യ വന്നപ്പോൾ അബ്ദുൽ നാസർ മദനിയുടെ എല്ലാ വാതിലുകളും തുറന്നു. കാരണം മുസ്ലിം പ്രീണന നയമാണ് അവിടെയും. അപ്പോ കോടിക്കണക്കിന് പണം തീവ്രവാദത്തിന് വേണ്ടിയും ഈ സ്വതന്ത്ര ഭാരതത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ഒഴുകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കോടിക്കണക്കിന് വരുന്ന വിദേശ പണം കൈപ്പറ്റുന്ന തീവ്രവാദികൾക്ക് ഒരൊറ്റ ആക്രമണം പോലും നടത്താൻ പറ്റാത്ത രൂപത്തിൽ മോദി ഈ ഭാരതത്തെ സൈനികരെ കൊണ്ട് വലയം ചെയ്യിപ്പിച്ചു. കാശ്മീരിൽ എന്താ ഇപ്പൊ കല്ലേറുകൾ ഇല്ലാത്തത്? അല്ലെങ്കിൽ കാശ്മീരില് ദിവസം 3-4 കല്ലേറുകളായിരുന്നു സൈനികർക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. എന്താ ഇല്ലാത്തത്? നരേന്ദ്രമോദി ശക്തമായ രൂപത്തിലുള്ള നിയമ സംവിധാനത്തിലൂടെ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യിപ്പിച്ചു. നിരവധി ജില്ലകളില് സമാന്തരമായി ഭരണം നടത്തിയിരുന്ന മാവോയിസ്റ്റുകളുടെ നടുവൊടിച്ച ഭരണാധികാരിയാണ്
നരേന്ദ്രമോദി ഇത്തിൽ കണ്ണികളായി സാംസ്കാരിക ചരിത്ര വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഈ കമ്മിക്കൂട്ടങ്ങൾ എന്താണ് ഈ നാടിന് വേണ്ടി ചെയ്യുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ജനഗണമംഗളദായ ഒക്കെ കണ്ടില്ലേ? ഇവരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. ഇവരാണ് നമ്മുടെ നാട് ഇത്രയും കാലം ഭരിച്ചത്. എങ്ങനെയുണ്ടാകും? സജി ചെറിയാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? നമ്മുടെ ഭരണഘടനയെ കുറിച്ച് പറയാ, കുന്തവും കൊടച്ചക്രവും ഒക്കെ. എന്റെ മോന് 13 വയസ്സേ ഉള്ളൂ. വളരെ ഭംഗിയായി ജനഗണമന പാടും. കാരണം അവൻ പഠിക്കുന്നത് അമൃത വിദ്യാലയത്തിലാ. അവരാദ്യം പഠിപ്പിക്കുന്നത് ദേശസ്നേഹമാണ്. ഈ രാജ്യമാണ് പ്രധാനം. അതുപോലെയായിരുന്നു പഠിച്ചിരുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു താത്ത ജനഗണമന പാടി. എല്ലാരും ചോദിക്കുന്നത് മാപ്പിളപ്പാട്ടാണോ? ടീച്ചറെ എന്റെ നാട്ടുകാരിയാണ്. നമ്മുടെ വാരിയംകുന്നന് സ്മാരകം വരുന്ന ചോക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെ പ്രധാന ജനപ്രതിനിധിയാണ്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം അതോ എഴുന്നേറ്റ് നിന്ന് തനിക്ക് അറിയാമോ ഇല്ലേ? ബൈജു, ഒന്നാമത്തെ കാര്യം, ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് വിവരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ വിവരം. എനിക്ക് ആ വിഷയത്തെ കുറിച്ച് അറിയില്ല, ശരി, നമ്മൾ സംസാരിക്കണ്ട. സ്വന്തം ദേശീയ ഗാനം പോലും അറിയാത്ത ഇത്തരം രാഷ്ട്രീയ നേതാക്കൾ മൈക്കിന് മുമ്പിൽ നിന്നിട്ട് ജനഗണമംഗള ലോകം കേൾക്കുവാണിത്. ഒരു വിദ്യാഭ്യാസ മന്ത്രി 9436. ഇവരാണ് ഈ നാട് ഭരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ശിവനണ്ണനൊക്കെ ഭരിക്കുന്നിടത്തോളം കാലം വിദ്യാഭ്യാസം ഒരു ബാലികേറാമലയാണോ? ഇപ്പൊ കഴിഞ്ഞ കൊറോണ കാലത്ത് എഴുതാത്ത പരീക്ഷയ്ക്ക് വരെ A+ കിട്ടിയ കുട്ടി ആരാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ചോദിച്ചാല് സർട്ടിഫിക്കറ്റ് ഞാൻ അങ്ങോട്ട് എടുത്ത് ഇട്ട് തരും. കൊറോണയ്ക്ക് ഒരു കമ്പ്യൂട്ടർ പരീക്ഷയുണ്ട്. ആരും പരീക്ഷ എഴുതിയിട്ടില്ല. എന്റെ മോനും കൊറോണ ബാച്ചാണ്. A+ എല്ലാവർക്കും. എന്ത് സിസ്റ്റമാണെന്ന്. ഇവരാണ് ഈ നാട് ഇനിയും ഞങ്ങൾ എന്തോ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ചാണകസംഖി, ചായക്കടക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഇവരുടെ ഹിഡൻ അജണ്ട ഈ നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാരണം. പറഞ്ഞോ ബൈജു. മറ്റൊരു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു വീഡിയോ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ SLC പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെ ടോട്ടൽ കൗണ്ട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 11 ലക്ഷത്തിൽ അങ്ങനെ എത്രയോ തുടങ്ങുന്ന ഒരു കൗണ്ടാണുള്ളത്. പുള്ളി പറയുന്നത് നമ്മൾ സാധാരണ കൈരളി TV ഏകദേശം 12:30 1 മണിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ലോട്ടറി ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് പറയും. 1 1 2 1 C ആ രീതിയിൽ 1 1 പോലും പറയുന്നില്ല. 1 1 2 2 3 3 4 അതേ രീതിയിൽ. ഒരു കാര്യമുണ്ട് ബൈജു, ബുദ്ധിയുള്ളവന് ഒരു പാമ്പിന്റെ പൊത്തിൽ നിന്ന് 2 തവണ കൊത്തു കിട്ടൂല. ഒരിക്കൽ പറഞ്ഞ കണക്കിന്റെ ഇവിടെ കിടക്കുക. അപ്പൊ അതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ മഹത്വം. ചാണകം ചവിട്ടിയ വിദ്യാഭ്യാസ മന്ത്രി.